പഴങ്ങളുടെ വേസ്റ്റ് എല്ലാം കൂടെ പറക്കിയിട്ടിട്ട് നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈയിൽ ലാർവകളെ പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിലാണ്. അങ്ങനെ ലാർവകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോഴികളെ വളർത്തുന്നതിന് വളരെ എളുപ്പമായിരിക്കും. കമ്പാരിറ്റീവ്ലി നമുക്ക് തീറ്റയുടെയൊക്കെ ഒരു വില നല്ല രീതിയിൽ കുറഞ്ഞിട്ട് കഴിഞ്ഞ വട്ടം നമ്മൾ പരീക്ഷ നോക്കിയിട്ട് അത് വിജയകരമായി പാളിപ്പോയതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളൊരു വീപ്പേനകത്ത് കുറച്ച് വാഴത്താടയൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെ എല്ലാം കിടന്ന ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റുകളും കൊണ്ടിട്ട് നമ്മളിപ്പോൾ ഫ്രഷായിട്ട് പറിച്ച് ആത്തിച്ചക്കയുടെ ഒരു ഫ്രൂട്ട് കൂടെ കട്ട് ചെയ്ത് അതിനേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അവിടെ കറങ്ങിയിടുന്ന നമ്മുടെ കറമ്പിക്കുട്ടി, അതായത് സോഫയിൽ മുട്ടയിടാൻ വരുന്ന കറമ്പിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്നും കരുതി. അങ്ങനെ എന്തായാലും നമ്മളിതെല്ലാം ഇവിടെ മിക്സ് ചെയ്ത് അതിനകത്ത് അടച്ചതിന് ശേഷം മണ്ടയിൽ 2 ഹോളിട്ടിട്ട് അതിനകത്തൊരു ടീയും അതുപോലെ ഒരു എൽബോയും വെച്ചിരിക്കുകയാണ്. ഫ്ലൈകൾക്ക് വന്ന് കയറി ഇറങ്ങി സ്വസ്ഥമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ നല്ല സ്മെല്ലടിക്കുമ്പോൾ അത് അട്രാക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ഫ്ലൈകൾ അവിടേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ കുഞ്ഞുങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പുറത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് അവൾ ഒരു കാരണവശാലും കയ്യിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. സ്ഥിരം ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് തിന്നിട്ട് ഇറങ്ങി പോകുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് ചൂടൊക്കെ ആയതുകൊണ്ട് കോഴിപ്പേൻ്റെയൊക്കെ ഒരു ശല്യം കൂടി വരുന്നതുകൊണ്ട് നമ്മളവളെ പെട്ടെന്ന് തന്നെ ഇറക്കി വിടുകയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ എല്ലാ സുഹൃത്തുക്കളുടെയും കോഴി വളർത്തൽ അഭിരുചികളൊക്കെ വളർന്നു വരുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് ചെങ്ങന്നൂരിൽ നിന്നും ഒരു സിയോൺ എന്ന് പറയുന്ന ഒരു കൊച്ചു കൂട്ടുകാരൻ വിളിച്ചിരുന്നു. 5ാം ക്ലാസ്സിലോ മറ്റോ ആണ് പഠിക്കുന്നതെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇതുപോലെ കോഴികളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കോഴികളെയും എല്ലാവർക്കും ഒരുപോലെ പരിചയമില്ല. ഇതാണ് കേട്ടോ നമ്മൾ എപ്പോഴും പറയുന്ന വാഴക്കുട്ടൻ. ഇദ്ദേഹത്തിനെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വെളുത്ത സുന്ദരിയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരു വെള്ള പ്രാവിനെ പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ വെള്ളരിപ്രാവ് എന്ന് നമുക്ക് അപരനാമമായിട്ട് വിളിക്കാൻ പറ്റുന്ന വെളുത്ത സുന്ദരി. അതുപോലെ തന്നെ നമ്മുടെ 1 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ പുറത്തെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെയൊക്കെ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരാളെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒന്നെങ്കിൽ നമ്മുടെ വാഴക്കുട്ടൻ്റെ ഒരു കുഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കപ്പക്കോഴി പെടയായിട്ടുള്ള കപ്പക്കോഴിയുടെ കുഞ്ഞായിരിക്കാം. അത് ഈ ഇടം വശത്ത് കാണുന്നവനാണ്. നല്ല കാലിനൊക്കെ ഉയരമുള്ള, കാലിനൊക്കെ ഇപ്പോഴേ കുറച്ച് കനമുള്ള ഒരിനത്തിൽ പെടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രോയിലറിൻ്റെ തന്നെ ഏതോ ഒരു ബ്രീഡ്, മെയിലിൻ്റെയോ ഫീമെയിലിൻ്റെയോ ബ്രീഡിൽ വന്നിട്ടുള്ളവനാണ്. അപ്പോൾ ഇവന് പൊതുവേ നമുക്ക് ഇനി തൂക്കം വയ്ക്കാനോ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹൈറ്റ് വയ്ക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പൊതുവേ നമ്മുടെ നാടൻ കോഴിയിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ ഉയരവും തൂക്കവും വയ്ക്കുന്ന ഒരു ബ്രീഡ് പോലെ നമുക്കതിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം, എങ്ങനെ വളർന്നു വരുമെന്ന് നോക്കാം. എന്തായാലും ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു ക്രോയിലർ ഇനത്തിൻ്റെ ക്രോസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫാമിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ പരിസരത്തെല്ലാം വളർത്താൻ പറ്റുന്നതും അതുപോലെ തന്നെ കുറച്ച് ഇറച്ചിക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളെയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ പാക്കപ്പ് ചെയ്യാൻ നേരത്ത് VPയിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ ഇത്രയും നേരം പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു അതിഥി നമ്മളെ തേടി നമ്മുടെ VPയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇതിൻ്റെ BSF ലാർവയെ ചെയ്യുന്നതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പിന്തുണയാണ് നമ്മളെ വീണ്ടും വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും കോഴി വളർത്തൽ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ ഒരു പിന്തുണയാണ് വീണ്ടും ഊർജ്ജം ഉണ്ടാക്കി തരുന്നത്. താങ്ക് യു സോ മച്ച്.